സന്തോഷിക്കാനായിട്ടില്ല. ഓളൊരു ഹിന്ദിക്കാരിയല്ലേ. നാളെ നമുക്കൊരു കുട്ടി ഉണ്ടാവുമ്പോൾ എൻ്റെ കുട്ടീൻ്റെ മാതൃഭാഷ ഹിന്ദി ആവൂലേ? ഈ ഹിന്ദി പറയുന്ന പിള്ളേരെയും കൂട്ടിയിട്ട് ഞാനെങ്ങനെ എൻ്റെ തറവാട്ടിലും അമ്പലത്തിൽ കയറുക? ഒരു കിസ് കിട്ടുമ്പോഴേക്കും നിങ്ങൾ ഈ രാജധാനി പോകുന്ന പോലെ ഇതെങ്ങോട്ടാ? ഇതെല്ലാം നോക്കണ്ടേ ഇങ്ങനെ കല്യാണം കഴിക്കുക? എന്റെ പൊന്നു മോനെ, നീ ഓളുമായിട്ട് കല്യാണം ആലോചിക്കുന്ന ഒരു ബോളോട് ചോദിച്ചു അന്നെ ഇഷ്ടമാണോന്ന്? ഇഷ്ടമല്ലാണ്ട് ഓൾ എന്നെ പിടിച്ച് ഉമ്മ വെച്ച. അതൊരു ഇഷ്ടത്തിന്റെ പൊക്കത്തോ അല്ലെങ്കിൽ ഒരു ചിന്തയുടെ പൊക്കത്തോ സംഭവിച്ചതായിരിക്കണമെന്നില്ല. അതൊരു മൊമെന്റിൽ സംഭവിച്ചു പോയതായിരിക്കും. ഓഹോ, അങ്ങനെയാണെങ്കിൽ ഓള് കൊള്ളാലോ. കണ്ണ ചക്കന്മാരെ എല്ലാം പിടിച്ച് ഉമ്മ വെക്കുക, എന്നിട്ട് മൊമെന്റിന്റെ സിമെന്റിന്റെ എന്നെല്ലാം പറയാ. ചേട്ടന് വേണമെങ്കിൽ ഞാൻ പായലിനോട് പോയി ചോദിക്കാം, ഇതൊരു ഇഷ്ടത്തിന്റെ പൊക്കത്ത് ചെയ്തതാണ്. ഒരു ചോദ്യം പറച്ചിലും വേണ്ട. ശരിയാവില്ല പറഞ്ഞേ ശരിയാവില്ല. ഓളുമായിട്ട് ഒരു പരിപാടി ശരിയാവില്ല. ആണേ ബേബി, ഇനി എന്താ ഞാൻ വിളിച്ചിട്ട് ഫോൺ എടുക്കാത്ത? വെറുതെ ഒന്നുമല്ലല്ലോ, ചോള എണ്ണി തന്നിട്ടല്ലേ. മര്യാദക്ക് തിരിച്ചു വിളിക്ക് ബേബി, മനസ്സിലായ? ആ ബേബി പറ. പാതിരാത്രി കാണാടോ എനിക്കെല്ലാം ഞാൻ പെണ്ണുണ്ടാക്കി തരേണ്ടത്. ഞാൻ എന്തിന്റെ പിമ്പാ മരപ്പട്ടി? എനിക്കെല്ലാം ഒരു വിചാരമുണ്ട്, ഇന്ത്യയിലും കയ്യിൽ നിന്ന് പൈസ മേടിക്കുമ്പോഴത്തേക്കും നമ്മളെല്ലാം നിങ്ങൾ അടിമകളാന്ന്. ബേബി എടാ മോനെ ജേഷേ, നീ ഉണ്ടല്ലോ ഈ ഒരു പക്ക മീൽഷെഫിന് സ്റ്റാർട്ടാ. വേറൊരു സ്ത്രീവൃത എനിക്ക് ഇപ്പൊ ഓർമ്മയുണ്ട്, കുറച്ച് കൊല്ലം മുമ്പ് നീ ഗരുഡ പുരാണത്തിൽ ഏതൊരു ശ്ലോകമായിട്ട് കയറി വന്നിട്ടുണ്ടായില്ലേ? സഭാര്യ പതിവ്രത സഭാര്യ പ്രിയംവത എന്തേനും അത് പറടാ. അതിന്റെ ലാസ്റ്റ് പറഞ്ഞത് എനിക്ക് നല്ല ഓർമ്മയുണ്ട്. അതായത് ഒരു ഉത്തമ ഭാര്യ ആവണമെങ്കിൽ അടുക്കളയിൽ ദാസ്യം കടപ്പുറയിലിന്റെ അധികം പറയിപ്പിക്കണ്ടോ ചേഷേ. ഇങ്ങലുണ്ടല്ലോ ഇങ്ങെല്ലാം പെണ്ണ് കിട്ടാൻ തേണ്ടി തിരിഞ്ഞ് വയസ്സാങ്കാലത്ത് വെച്ചിട്ട് വെള്ളം പോലും തരാൻ ആരും ഇല്ലാണ്ട് നരകിക്കോടാ. മാമ്പ്രത്തെ മൈക്കോടാപ്പൻ ജേഷേ. रुक एक सेकेंड. I'm sorry about last night. I know I have disturbed your feelings and I just want to let you know that I didn't mean to do so. So I'm really sorry, yaar. Friends? Friends. Bye. എന്താണ് കുഴപ്പം? ഒന്നല്ലേ ഓളൊരു ഗൈനക്കോളജിസ്റ്റ് അല്ലേ, സ്വന്തം പ്രസവം വരെ ഓളങ്ങ് എടുത്തോളും. ഇന്ന് രാവിലെ ഓളെന്താ പറഞ്ഞേ? ഓള് തമാശക്കാരനെ പിടിച്ച് കിസ് ചെയ്തെന്നല്ലേ. നാളെ കല്യാണം കഴിഞ്ഞ് എന്നെക്കാളും വലിയ തമാശക്കാരനെ കിട്ടിയാലോ? ഇടയ്ക്ക് എന്നെ കോമഡി ആയിട്ട് എടുക്കണോ സീരിയസ് ആയിട്ട് എടുക്കണോ എനിക്ക് പോലും അറിയാൻ. മോനെ ജയേഷേ, ഞാൻ നാട്ടിലെത്തി. വിങ്ങിപ്പൊട്ടുന്ന നെഞ്ചുമായിട്ട് അങ്ങോട്ട് വണ്ടി കയറി. ഇപ്പൊ മകരവിളക്കേണ്ട സന്തോഷ. ഇനി ഒന്നും കൊണ്ടും ബേജാറാവണ്ട. ഉറപ്പിച്ച 22 തന്നെ നിന്റെ കല്യാണം ഈ മാമ്പുറത്ത് രാഘവൻ നടത്തും. പാല് വേണമെങ്കിൽ വേണ്ട, മെറിനായാലോ. ഓള് ചെറിയ കുട്ടിയല്ലേ, എല്ലാ കുട്ടിയൊന്നുമല്ല, 10-25 വയസ്സുണ്ട്. ഒന്നും ശരിയല്ലോ. ഞാൻ പറയട്ടെ മണ്ടാണ്ടിരിക്കുരുപ്പേ. AKG, നെൽസൺ മണ്ടേല, ദസ്തേവ്സ്കി ഇവരൊക്കെ പ്രായത്തിൽ 10-20 വയസ്സ് കുറവുള്ളവരെ കെട്ടിയിരിക്കുന്നത്. മൈൻഡ് ആക്കേണ്ടതുണ്ട്. അല്ലെങ്കിൽ പിന്നെ വേണ്ട, നീ വലിയ മഹാനൊന്നും അല്ലല്ലോ. മാമ്പറത്തെ ശേഷം അത്ര മോശക്കാരനൊന്നല്ല. ചിലപ്പോ ഞാൻ കഴിച്ചൊന്നും വരും. കഴിക്കും. എനിക്കറിയാലോ കവിത എടുത്ത കാര്യം. മൂത്തച്ഛൻ എന്തായാലും 70-നുള്ളിൽ തട്ടിപ്പോവും. ഏട്ടൻ കുണ്ടനായതുകൊണ്ട് കുട്ടികളും ഉണ്ടാവൂല. പിന്നെ ഞാൻ തന്നെ എടുത്ത കാരണം. പക്ഷേ പെണ്ണിന് 3 അനിയന്മാരാണ്. അതിന് പെണ്ണിന്റെ അച്ഛൻ ചോദിക്കുന്നത് ജയേഷിനെ പോലത്തെ ഒരുത്തനാ എന്ത് വിശ്വസിച്ചിട്ടാ പൊരയിൽ കയറ്റാന്നാ. നമ്മളെ ജയേഷ് ഒരു മഴവില്ല എന്നുള്ള കാര്യം ഈ നാട് മൊത്തം പരന്നിട്ടുണ്ട്. ഏത് നരനായ്ക്കളാ ഈറ്റ കള്ളത്തരം പാടി നടക്കുന്നത്? നമ്മളെ കോതാറിലെ രമണീന്റെ മോളിലെ ഏത് ആ മട്ടന്നൂർ കോളേജ് പഠിക്കുന്ന കവിതയാ എന്നതിന്റെ പേര് അതിന്റെ അടുത്തുനിന്ന് ലീക്കായെന്ന ഞാൻ അറിഞ്ഞ പേര്. അതിനോട് ലീഡിയുള്ള ആരാടാ പറഞ്ഞേ? എനക്കറിയില്ല മാഷെ. എന്തായാലും മാഷെ എന്താ ചേച്ചി?
മാമ്പറത്താണുങ്ങളാരും 70 കഴിയില്ല എന്ന് പറഞ്ഞതിൻ്റെ തൊട്ട് ഇന്നലെ വരെ പന പോലെ നിന്ന രാഘവനിതാ അറ്റാക്കം വന്ന്. പ്രശാന്ത, കല്യാണം പെട്ടെന്നാക്കാൻ നമ്മളിപ്പോൾ എന്താ ചെയ്യാ? നീ പറ. ഇനിയിപ്പം തലശ്ശേരി ഭാഗത്തുനിന്ന് നമുക്കൊരു പെണ്ണ് കിട്ടുന്നു എനക്ക് തോന്നില്ല. സംഗതി ഒരുമാതിരി നെയ്റോസ്റ്റ് വരക്കും പോലെ പരന്നിട്ടുണ്ട്. എന്നാ പിന്നെ പുറത്ത് നോക്കാം അല്ലേ? പക്ഷേ നിങ്ങളൊരു ചെങ്ങായി ഉണ്ടായിട്ടില്ല, മരിച്ചുപോയൊരു വിനോദം വക്കീൽ. വിനോദം വക്കീൽ ഓരൊരു മോളുണ്ട്, പല്ലവി. ഓളി മദ്രാസിൽ വലിയ സെറ്റപ്പില്ല, ഭയങ്കര പരിപാടിയാണ്. സംഗതി ബ്രോക്കറിനെ ഓള് വിചാരിച്ചാൽ ഇത് നടക്കും. അതൊന്നും ശരിയല്ല. ഓള് ഡൈവേഴ്സ് ആയതാ. ജയേഷേ, എന്നോടുള്ള കല്യാണം കഴിക്കാനൊന്നുമല്ല പറഞ്ഞു. അത് ശരിയാവില്ല അച്ഛാ. സ്വന്തം കല്യാണം നടത്താൻ പറ്റാത്തോളാ എന്റെ കല്യാണം നടത്തുന്നു. ജയേഷ് ചോദിച്ചിട്ട് എല്ലാവരും ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയ എനക്ക് അവനോടൊരു കാര്യം പറയാനുണ്ട്. എണീറ്റ് പോടാ. നിന്റെ പേര് ജയേഷ് എന്നതിനും അല്ല. പ്രശാന്തേട്ടാ ഒന്ന് തിരിച്ചേ. പ്രശാന്തേ, ആ വാതിൽ നടക്കണേ. പ്രശാന്ത് ഏട്ടാ, എനിക്ക് തോന്നുന്നു ഇതിലെല്ലാം അങ്ങ് ശരിയാവുമായിരിക്കും. എന്താ അച്ഛാ? 70 വയസ്സിന് മാമ്പറത്താണുങ്ങൾ ചാവുന്നതിനോട് ചാവാൻ നിനക്ക് മനസ്സില്ലടാ. മൈജു പണിക്കർ പറഞ്ഞതുപോലെ നിനക്ക് 100 വയസ്സ് വരെ ജീവിക്കണം. അതുകൊണ്ട് നീ വേഗം പോയി പെണ്ണ് കെട്ടി കുട്ടികളുണ്ടാക്കി കാണിച്ചതാ. ഇല്ലെങ്കിൽ കുത്തി കൊടലെടുത്ത് മാല പണിയാൻ കൊടുക്കും ഞാൻ. ട്രിപ്പല്ല, നിന്റെ കൊരവളി ഞാൻ പൊട്ടി. നിന്റെ അമ്മേന്റെ ഒരു കണ്ടീഷൻ എന്ന് പറഞ്ഞ് നടക്കാണ്ട് വേഗം പോയി പല്ലവീനെ കണ്ട് കല്യാണം ശരിയാക്കാൻ നോക്കും. അച്ഛൻ പറയുന്നോട് ചെയ്യാ. ഞാൻ കമ്പനിയിൽ വിളിച്ചിട്ട് ലീവിന് ചോദിക്കട്ടെ. ഓക്കെ അച്ഛൻ വിളിച്ച പ്ലീസ് പിടിവിടുക അച്ഛാ. എന്തായി? നമുക്ക് ബോർഡർ അടക്കാം. നമുക്ക് ബോർഡർ അടക്കാം. വരുന്നുണ്ട്, ശരിക്കും നോക്കിക്കോ. Are you okay? അനീഷേ, ഇവിടെ റേഞ്ച് കുറവാ, ഞാൻ പുറത്തിറങ്ങാം. ഇങ്ങോട്ട് വേടാ, വാ ഇങ്ങോട്ട്. എന്തെന്നാ? എനിക്ക് കറുത്ത പെൺകുട്ടികളെ പറ്റൂല അല്ലടാ. നീ എപ്പോഴും മര്യാദ കണ്ണാടി നോക്കിയിട്ടുണ്ടാ? നോക്കടാ, നോക്ക്. ഓൻ്റെ ഒരു ഉറക്കം തൂങ്ങിയ കണ്ണും ഊരിത്താണ് ഷോൾഡറും പള്ള കണ്ടാലും മതി. വേക്കെന്താ അവളെ എൻ്റെ കൂട്ട്. നീ നടക്കുന്നത് എങ്ങനെയാ അറിയോ? മുട്ടിടാൻ പോകുന്ന താറാവ് നടക്കുന്നില്ലേ, അതിൻ്റെ കൂട്ടാ. എടാ ജയേഷേ, നീ ഒരു കാര്യം മനസ്സിലാക്കണം. നീ മമ്മൂട്ടിയുടെ മോൻ ദുൽഖർ സൽമാനല്ല, മാമ്പറത്ത് രാഘവന്റെയും പുല്ലേരി വീട്ടിൽ പഠിക്കൽ ഹേമലതയുടെയും മോൻ ജയേഷ. അത്രയും ഗ്ലാമർ എനിക്കുണ്ടാവും. അയറ്റാലത്തെ പെൺകുട്ടികളെ പറയാൻ നീ പോവാനും പാടുള്ളൂ. തിരിഞ്ഞിനാ, തിരിഞ്ഞിനടാ.